നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഗൈഡൻസ് കൂടി കണ്ടോളൂ. കാരണം അതിലും കുറേ കൂടി ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെയാണ് വന്നത്. ഓക്കെ, സോ എനിവേ ഇവിടെ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് കോൺടാക്റ്റ് വന്നു വന്നില്ല എന്നൊന്നും എനിവേ നമുക്ക് കുറച്ച് പേർക്ക് വന്നിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് വന്നിട്ടുണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കോൺടാക്റ്റ് ഇല്ലാത്തവർക്കാണ്. അപ്പോൾ കോൺടാക്റ്റ് വന്നവർക്കായാലും അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ഓർക്കുന്ന മീൻസ് ഒരു മിസ്സിങ് എനർജി അവരുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങനെയൊന്നും ക്ലാരിറ്റി തന്നു കാണില്ല. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവർ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, കാരണം ഇങ്ങനത്തെ സ്പെഷ്യൽ മൊമെൻറ്റ്സിലാണല്ലോ നമ്മളത് അറിയാൻ ആഗ്രഹിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളെ മിസ്സിങ് എനർജി ആയിട്ട്. ലെറ്റ്സ് സീ. 4 of coins, 8 of coins, 7 of swords, 6 of coins, എല്ലാം എന്താത് കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ ഓക്കെ ഇമോഷണൽ എനർജി വളരെ കുറവാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ മറക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ മിസ്സിങ് എനർജി അവർ മറക്കുന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അതായത് മിസ്സിങ് ഉണ്ടെങ്കിൽ തന്നെ അവർ കാണിക്കുന്നില്ല ഒട്ടും. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് എനർജിയാണ്. സോ യെസ്, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന രീതിക്കാണ് നിങ്ങളെ നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ തോന്നുന്നു, പാഷൻ തോന്നുന്നു, നിങ്ങളുമായിട്ടൊരു സ്നേഹം ഫീൽ ചെയ്യുന്നു, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ അവർ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. ആ മിസ്സിങ് എനർജി എന്നെനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവർ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഓർക്കുന്നുണ്ട്. ഒന്ന്, യെസ്, അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. അത് മാത്രമല്ല അവർ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ അവരെനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അതായത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം എല്ലാം ലൈക്ക് പെൻറ്റക്കിൾസ് ആണ് വന്നത്. പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അതായത് ജോലി, കരിയർ, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സോ ആ രീതിക്ക് അവർ അതിനൊക്കെ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 8 of Pentacles പറയുന്നുണ്ട്. സോ ജോലിയിൽ ബിസി, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. 6 of Coins ഉണ്ട്. 6 of Coins പറയുന്നതും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന രീതിയിലാണ് ലൈഫിൽ. ഇപ്പോൾ ലൈക്ക് അവർക്ക് ഫാമിലി ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും, ജോലിയിൽ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ പല കാര്യത്തിലേക്കും അവരുടെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 7 of Swords കാണിക്കുന്നത് അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതായത് അവരുടെ ഫീലിങ്സിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് മീൻസ് തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ആ ഒരു ഇഷ്ടം, സ്നേഹം എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ അതിൽ നിന്ന് അവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പോലെയാണ്. എല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്, ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇതും അതേപോലെ എനർജിയാണ്. ഇത് രണ്ടും ഒരേപോലെയാണ്. ലൈക്ക് അവർ എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വെക്കുക, ഒന്നും തുറന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അവർ സ്വയം അതിനെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് അവർക്ക് അതിനെ ഫേസ് ചെയ്യാനേ വയ്യ. ഓക്കെ, അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, കാരണം ഓർത്തു കഴിഞ്ഞാൽ മേ ബി കൺട്രോൾ പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. കാരണം ഇവിടെ 9 of Wands ഉണ്ട്, 9 of Swords ഉണ്ട്. ഇത് രണ്ടും പറയുന്നത് ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, അവർ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ്, അകൽച്ച, എന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷെ അവർ ആ സ്ട്രെസ്സാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർ ആ ഒരു സ്ട്രെസ്സിൻ്റെ എനർജിയാണ് എനിക്ക് 9 ഉണ്ട്. ഒരു എൻഡിങ് എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലൊരു അകൽച്ച, സെപ്പറേഷൻ, എൻഡിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. സോ അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വരും എന്നുള്ള ചിന്തയായിരിക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എനർജി തന്നെയാണ്. 5 Swords ഉണ്ട്. നോക്കട്ടെ, മിസ്സിങ് എനർജി എന്നെനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് തന്നെ ഓക്കെ എല്ലാം മറച്ചു വെക്കുന്ന പോലെയാണ്. എല്ലാത്തിനും ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്ന പോലെ, ഒരു അകൽച്ച വെച്ച് നിൽക്കുന്ന പോലെ, സ്വയം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ. അതായത് അവനവനെ ഫീലിങ്സ് ആരും അറിയരുത്, ഒന്നും അറിയരുത്. ഞാൻ സ്വയം പറയില്ലേ, അപ്പം ഞാൻ തന്നെ എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റിവെച്ച എങ്ങനെയായിരിക്കും അതുപോലെ. ഓക്കെ, സോ അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വലിയ സ്നേഹത്തോടെ ഒന്നും കാണിക്കാതെ ഒരു പ്രാക്ടിക്കലായിട്ട് മാത്രം ഒരു അപ്രോച്ച് ആക്കി വെക്കാൻ ശ്രമിക്കുക. മിസ് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് ക്ലിയർ ആയിട്ട് ഓക്കെ, എനിക്ക് ആൻസർ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞതാണ് യൂണിവേഴ്സിനോട്. ഹാങ് വുമൻ. ഓക്കെ, 1 more card. Hermit. Okay, see. Again King of Coins. കണ്ടോ, മൈ ഗുഡ്നസ്, സീരിയസ്ലി
ഇവർ പേഴ്സൺ അഗൈൻ ചെയ്യുന്നത് ലവേഴ്സ് കാർഡാണ്, തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ബിക്കോസ് ആ ഫീലിങ്സ് അത്ര സ്ട്രോങ് ആണ്, നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അത്ര സ്ട്രോങ് ആണ്. ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഡീപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. അത്രയും ആ ഒരു സോൾ കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഇവിടെ അവർ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും അനങ്ങുന്നില്ല. ഹാങ് വുമൺ ആൻഡ് ഹെർമിറ്റ് ആണ് രണ്ടും പറയുന്നത്. അവരിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് സൈലൻസ്, കുറച്ച് പേർക്ക് മാറി നിൽക്കുക, അകന്ന് നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. കുറച്ച് പേർക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയോ ഉൾവലിഞ്ഞ ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. അതായത് അവർ നിങ്ങളോടൊന്നും തുറന്നു പറയാതെ, ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ അവനവൻ്റെ ഉള്ളിൽ പലതും ഹൈഡ് ചെയ്യുന്ന രീതിക്കാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് ഇത് രണ്ടും പറയുന്ന അവരിപ്പോൾ കാര്യങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പോലെ എന്ന് പറയും. ഓക്കെ, കാര്യങ്ങളെ ഒരു വേറെ എല്ലാ തരത്തിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. തലകീഴായിട്ട് കിടക്കുമ്പോൾ നമ്മൾ പറയില്ല എല്ലാം തിരിഞ്ഞ് കാണാൻ തുടങ്ങുമല്ലേ. പക്ഷെ തിരിഞ്ഞ് കാണുകയല്ല, നമ്മളൊരു പെർസ്പെക്റ്റീവ് വേറെ എന്ന രീതിക്ക്, അതായത് നേരെ നിന്ന് കാണുന്നതിന് പകരം തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങളെ വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് കാണുക എന്ന് പറയും. കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന രീതിക്ക്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയും എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഫേസിൽ ശരിക്കും ഹെർമിറ്റ് ആൻഡ് ഹാങ്മാൻ രണ്ടും കൂടി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് ഡീപ്പ് തിങ്കിങ്ങിലാണ് എന്നാണ്. ഓക്കെ, പക്ഷെ അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, തുറന്ന് പറയുന്നില്ല. അവരെന്താണ് മനസ്സിൽ നടക്കുന്നത് എന്ന് പോലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും സ്റ്റക്കുമാണ്, നിങ്ങളുടെ സിറ്റുവേഷനും സ്റ്റക്കാണ്. പക്ഷെ അവരുടെ മനസ്സിൽ ആ ഒരു തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ ജെനുവിൻ ആയിട്ട് തന്നെയുണ്ട്. അഗൈൻ ഇവിടെ കിങ് ഓഫ് കോയിൻസ്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒക്കെ കാണിക്കുന്നത് എനിക്കൊന്നും ബാധിക്കില്ല, എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല, ഞാൻ വളരെ പ്രാക്ടിക്കൽ. ഇതിപ്പോൾ ജെൻസ് ആവണം നിർബന്ധമില്ല, ഈവൻ ലേഡീസ് ആണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യും. ഓക്കെ, എനിക്കിതൊന്നും എനിക്ക് ഇമോഷൻസ് ഒന്നും ഇല്ല, എനിക്കൊന്നും മാറ്റർ അല്ല എന്ന രീതിക്ക് കാണിക്കുന്ന പോലെയാണ്. ആക്ച്വലി എവിടെയോ അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടിയാണ് ജസ്റ്റിസിൻ്റെ കിങ് ഓഫ് കോയിൻസ് നമ്മൾ പറയുന്നത്. ശരിക്കൊരു വളരെ ജെനുവൻ ആയിട്ടൊരു പേഴ്സൺ എന്ന രീതിക്കാണ് പറയുക. സോ മേ ബി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിക്കാണ്. കുറച്ചുകൂടി മെച്യൂരിറ്റിയോടെ ഈ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനുള്ള ആക്ഷൻ ആയിട്ടൊന്നും എവിടെയും കാണാനില്ല. സോ അതുകൊണ്ടായിരിക്കും നിങ്ങളടുത്ത് സൈലൻസ് ആയിട്ട് നിൽക്കുന്ന, അധികം കോൺടാക്റ്റ് ഒക്കെ ഇല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ മിസ്സിങ് എനർജി ഉണ്ട്, പക്ഷേ വല്ലാതെ അതിനെ മറയ്ക്കുന്നുണ്ട്. അവർ സ്വയം അല്ലെങ്കിൽ ഞാനൊന്നും മിസ് ചെയ്യുന്നില്ല എന്ന് പറയില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് മിസ് ചെയ്യാൻ എവിടെയാണ് നേരം, എനിക്ക് പല കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. വെരി ഗുഡ്, എനിക്ക് ഇരിക്കട്ടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ഓക്കെ, നിങ്ങളും തൽക്കാലം അഗൈൻ ആക്ഷൻ ഒന്നും എടുക്കാൻ പോകണ്ട. നിങ്ങൾ അങ്ങോട്ട് പ്ലീസ് ചേസ് ചെയ്ത് പോകരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നോടി നമുക്ക് നോക്കാം. കോഫി കപ്പ്, പിക്ചർ, ഫീനിക്സ്. ഓക്കെ, ലെറ്റ്സ് സീ ക്ലോക്ക് ആൻഡ് വൺ മോർ പ്ലീസ്, ഹാമർ. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ സീക്രട്ടായിട്ടൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവർ നിങ്ങളെ അറിയാതെ പലതും ചെയ്യുന്നുണ്ട് പിന്നിൽ. ഓക്കെ, നിങ്ങളെ മുമ്പിൽ സംസാരിച്ചാലും ഇല്ലെങ്കിലും അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ്ലി ആയാലും ആരോടെങ്കിലും ചോദിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയാനൊക്കെ അവർ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഉണ്ടോ എന്തൊക്കെയാണ് എല്ലാം അവർ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുമായിട്ട് അവർക്ക് അറിയാം എന്നിട്ട് അവരിവിടെ സ്വയം ഈ റിലേഷൻഷിപ്പിനെ കേടുവരുത്തി എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടിയാണ് 8 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ പറയാറുള്ളത്. ഈ റിലേഷൻഷിപ്പ് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അല്ലെങ്കിൽ അവർ സ്വയം അവനവൻ്റെ മേലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഹാങ്മാനും ഉണ്ട്, ഹെർമിറ്റും ഉണ്ട്. അത് രണ്ടും കാണിക്കുന്നത് ഉള്ളിലേക്ക് നോക്കുക, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒരു ചിന്തകളാണ്. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് അവർക്ക് അറിയാം എന്നിട്ട് അവർ ചെയ്ത ചില തെറ്റുകളുണ്ട്. ജസ്റ്റിസ് ഞാൻ പറഞ്ഞു, ന്യായം ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഓക്കെ, അപ്പോൾ അവർക്ക് വീണ്ടും ഇത് റിപ്പയർ ചെയ്യണം, ശരിയാക്കണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഇവിടെ കോഫി കപ്പ് കാണുന്നുണ്ട്, മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ പിക്ചർ നമ്മൾ മിസ്സിങ് എനർജി ആണിത്. ഓക്കെ, സോ യെസ്, നിങ്ങൾ ഫോട്ടോസ് എടുത്ത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അറിയാതെ എടുത്ത് അതിനൊക്കെ നോക്കുക. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ചിലപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ചില സമയത്ത് മിസ് ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങളോട് ഇതൊന്നും കാണിക്കില്ല, അത് വേറെ കാര്യം. നമുക്കതൊന്നും പ്രൂഫ് കിട്ടാനും പോകുന്നില്ല. സോ ജസ്റ്റ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാമെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ ഫേസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അഗൈൻ റിന്യൂവൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം, കുറെ കൂടി നമ്മൾ തമ്മിൽ അടുത്ത ചേഞ്ച് മൈൻഡ് എന്ന് പറയുന്നുണ്ട്, മനസ്സുമാറ്റം എന്ന രീതിക്കാണ്. ആൻഡ് റൈസ് ഫ്രം ദ ആഷസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫീനിക്സിനെ പോലെ വീണ്ടും ഒരു നിൽക്കും നിങ്ങളുടെ ബന്ധം എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ടൈം വേണം ഇവിടെ. അഗൈൻ ഹാങ്മാൻ. ഓക്കെ, അത് ഹാങ്മാൻ ഹെർമിറ്റ് ഒക്കെ കാണുമ്പോൾ അവരിപ്പോൾ ഒന്നും ആക്ഷൻ എടുക്കുന്ന തരത്തിലല്ല.
ഇപ്പം അവർ ആ ചിന്തിക്കുന്ന ഒരു ഫേസാണ്. സോ അതിൽ സമയം വേണം എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ടൈം കൊടുക്കുക. ഓക്കെ, അവർ ഹീലാവാൻ, ബിക്കോസ് ചില കാര്യങ്ങൾ അവർ മാറ്റാനുണ്ട്. അവർക്കറിയാം എന്നിട്ട് അവർ ചെയ്ത ചില തെറ്റുകൾ അതെന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ അവർ തിരിച്ചറിയാനുണ്ട്. അത് അവർ തന്നെ തിരുത്താനുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, ഇവിടെ എന്താ പറയുക, അവർ സമയം എടുക്കുന്നുണ്ട്. യെസ്, ശരിയാണ്. പക്ഷെ അത് ആവശ്യമാണ്, ആ സമയം ആവശ്യമാണ്. ബിക്കോസ് ഇവിടെ പ്രോസസ്സിങ്, അതായത് അവർ കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. സോ ചില സമയത്ത് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യാൻ പോവാതിരുന്നാൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും ആ സമയത്തിന്. നിങ്ങൾക്ക് കിട്ടുന്ന ആ സമയത്തിന് നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വളരെയധികം ബെറ്ററായിട്ട് കിട്ടും. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് കൊടുക്കുക. അവരങ്ങനെ മാറി നിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എന്താണെന്ന് വെച്ചാൽ കരയാൻ തുടങ്ങും ഫസ്റ്റ്. ഓക്കെ, കരയാൻ തുടങ്ങുക, സങ്കടപ്പെടാൻ തുടങ്ങുക, ഇവരെപ്പോഴാണ് വരാമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഓക്കെ, ഇവരെൻ്റെ വാല്യൂ മനസ്സിലാക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ അവിടെ മാറ്റം കാണും. ഓക്കെ, പക്ഷെ ആ ഒരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. അതിന് നിങ്ങൾ നിങ്ങളുടെ വർത്ത് തിരിച്ചറിയണം, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം. സെൽഫ് ഇൻ്റലിജൻസ് അവിടെ കണ്ടിരുന്നു. നിങ്ങളും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ല എന്ന് ആക്ച്വലി യെസ്, ദേ ഇവിടെ സോൾമേറ്റ് കാർഡ്. വാവ്. ഓക്കെ, സി ഇത് സോൾമേറ്റ് ആണ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്ലിയർ ആയിട്ട് വരാനുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് സമയം കൊടുക്കൂ. ആൻഡ് അതിൻ്റെ ഇടയിൽ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.